നമസ്കാരം. സെലസ്റ്റിയ GKയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് കേരള റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് GK ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. തിരുവിതാംകൂറിൽ 1927 ക്ഷേത്രപ്രവേശന അന്വേഷണ സമിതിയിൽ അംഗമായിരുന്ന മലയാള കവി ഉള്ളൂർ. ഇന്ത്യ സ്വതന്ത്രമായ വർഷം മലയാളത്തിൻ്റെ ആസ്ഥാന കവിയായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ഉത്തരം വള്ളത്തോൾ. ഏറ്റവും ചൂട് കൂടുതൽ അനുഭവപ്പെടുന്ന കേരളത്തിലെ ജില്ല? ഉത്തരം പാലക്കാട്. 19-ാം നൂറ്റാണ്ടിലെ കേരളം എന്ന പുസ്തകം രചിച്ചത്? ഉത്തരം പി. ഭാസ്കരൻ ഉണ്ണി. ഷൊർണൂരിൽ നിന്ന് EMS ആരംഭിച്ച പത്രം? പ്രഭാതം. കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യത്തെ വൃക്ഷമിത്ര പുരസ്കാരത്തിന് അർഹയായത് സുഗതകുമാരി. 3 വയസ്സിന് താഴെയുള്ള കേൾവിശേഷി കുറഞ്ഞ കുട്ടികൾക്കായുള്ള കോക്ലിയർ ഇംപ്ലാന്റേഷൻ പദ്ധതി? ഉത്തരം ശ്രുതി തരംഗം. 10 വർഷം കൊണ്ട് മദ്യരഹിത കേരളം ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭിച്ച പദ്ധതി? ഉത്തരം സുബോധം. കുടുംബശ്രീ വഴി നടപ്പാക്കിയ ജൈവ പാട്ടകൃഷി സമ്പ്രദായം? ഉത്തരം ഹരിതശ്രീ. കേരള സർക്കാരിൻ്റെ സ്വാതി പുരസ്കാരം ആദ്യമായി ലഭിച്ചത്? ഉത്തരം ചെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത? ഉത്തരം ബാലാമണി അമ്മ, 1995. ആദ്യത്തെ ഓടക്കുഴൽ അവാർഡ് നേടിയത്? ഉത്തരം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഏത് കൃതിക്കുള്ള 1996 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡാണ് T. പത്മനാഭൻ നിരസിച്ചത്? ഉത്തരം ഗൗരി. കേരളത്തിലെ കോർപ്പറേഷനുകളിൽ സമുദ്ര സാമീപ്യമില്ലാത്തത്? ഉത്തരം തൃശ്ശൂർ. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്കുതോട്ടം കേരളത്തിലെ ഏത് ജില്ലയിലാണ്? ഉത്തരം മലപ്പുറം. കേരളത്തിലെ കാശി എന്നറിയപ്പെടുന്നത്? ഉത്തരം തിരുനെല്ലി. പോളനാട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രദേശം? ഉത്തരം കോഴിക്കോട്. സാമൂതിരിമാർ രേവതി പട്ടത്താനം നടത്തിയിരുന്ന സ്ഥലം? ഉത്തരം കോഴിക്കോട് തളിക്ഷേത്രം. ചാത്തൻകോത എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെട്ടിരുന്നത്? ഉത്തരം വള്ളുവനാട് രാജാവ്. ജയദേവ കവി രചിച്ച ഗീതാഗോവിന്ദം കേരളത്തിൽ അറിയപ്പെടുന്ന പേര്? ഉത്തരം അഷ്ടപതി. ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്? ഉത്തരം CH കുഞ്ഞപ്പ. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല സ്ഥാപിച്ചത്? ഉത്തരം വൈദ്യരത്നം PS വാര്യർ. കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിത? ഉത്തരം തോട്ടയ്ക്കാട്ട് മാധവി അമ്മ. പ്രാചീന ഭാരതത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെട്ട കേരളത്തിലെ തുറമുഖം ഏതായിരുന്നു? ഉത്തരം കൊടുങ്ങല്ലൂർ. ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയ വർഷം? ഉത്തരം 1920. കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതു ജില്ലയിലാണ്? ഉത്തരം വയനാട്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി? ഉത്തരം ഇന്ദിരാഗാന്ധി. മാപ്പിള ലഹളയെ ആധാരമാക്കി കുമാരനാശൻ രചിച്ച കാവ്യം? ഉത്തരം ദുരവസ്ഥ. കേരള നിയമസഭയിലേക്കുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം? ഉത്തരം 1957. 1973 കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടുമ്പോൾ ടീം ക്യാപ്റ്റനായിരുന്നത്? ഉത്തരം TKS മണി. കേരള തീരത്ത് സുനാമി ആഞ്ഞടിച്ചത് ഏതു വർഷമാണ്? ഉത്തരം 2004. സംഗീത രംഗത്തെ മികവിന് കേരള സർക്കാർ നൽകി വരുന്ന പുരസ്കാരം? ഉത്തരം സ്വാതി പുരസ്കാരം. മൈ ഇയേഴ്സ് വിത്ത് ഇന്ദിരാഗാന്ധി എന്ന പുസ്തകം രചിച്ചത്? ഉത്തരം ഡോക്ടർ PC അലക്സാണ്ടർ. തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് എന്ന സ്ഥലത്തിൻ്റെ പ്രാധാന്യം?
ഹെർമൻ ഗുണ്ടർട്ട് താമസിച്ചിരുന്ന സ്ഥലം. കേരളത്തിൻ്റെ പരമോന്നത കായിക പുരസ്കാരം? ഉത്തരം GV രാജ പുരസ്കാരം. കേരള ഏലിയറ്റ് എന്നറിയപ്പെടുന്ന കവി? ഉത്തരം NN കക്കാട്. വെങ്കടക്കോട്ട ഇപ്പോൾ അറിയപ്പെടുന്ന പേരെന്ത്? ഉത്തരം കോട്ടയ്ക്കൽ. കേരളത്തിൽ മന്ത്രി പദവി വഹിച്ച ശേഷം സുപ്രീം കോടതി ജഡ്ജിയായത്? ഉത്തരം VR കൃഷ്ണയ്യർ. 1962 പഞ്ചാബ് ഗവർണറായ മലയാളി? ഉത്തരം പട്ടം A താണുപിള്ള. കരണപദ്ധതി എന്ന സംസ്കൃത ജ്യോതിശാസ്ത്ര കൃതിയുടെ രചയിതാവ്? ഉത്തരം പുതുമന സോമയാജി ചോമാതിരി. പൂതന കൃഷ്ണൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കഥകളി നടൻ? ഉത്തരം കലാമണ്ഡലം കൃഷ്ണൻ നായർ. മധ്യകാല കേരളത്തെപ്പറ്റി അറിവ് തരുന്ന സുപ്രധാന രേഖകളേവ? ഉത്തരം ചെപ്പേടുകൾ. ഏത് ലോഹത്തകിടിൽ ആലേഖനം ചെയ്ത ലിഖിതങ്ങളെയാണ് ചെപ്പേടുകൾ എന്ന് വിളിച്ചത്? ഉത്തരം ചെമ്പ്. ചെപ്പേടുകളിൽ ഉപയോഗിച്ചിട്ടുള്ള പഴയകാല ലിപി ഏത്? ഉത്തരം വട്ടെഴുത്ത്. മഹോദയപുരം കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന രാജാക്കന്മാർ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം പെരുമാക്കൾ. മഹോദയപുരം എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഇപ്പോൾ ഏതാണ്? ഉത്തരം കൊടുങ്ങല്ലൂർ. പെരുമാൾ ഭരണത്തിൻ കീഴിലായിരുന്ന പ്രാചീന കേരളത്തിലെ പ്രദേശങ്ങളേവ? വടക്ക് കോലത്തുനാട് മുതൽ തെക്ക് വേണാട് വരെ. പറങ്കികൾ എന്ന് വിളിക്കപ്പെട്ടത് ഏതു ദേശക്കാർ? ഉത്തരം പോർച്ചുഗീസുകാർ. പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില എന്നീ കാർഷിക വിളകൾ ഇന്ത്യയിലെത്തിച്ചതാര്? ഉത്തരം പോർച്ചുഗീസുകാർ. അച്ചടിയന്ത്രം പ്രചരിച്ചതും ചവിട്ടുനാടകം എന്ന കലാരൂപം വികസിച്ചതും ആരുമായുള്ള ബന്ധത്തിൻ്റെ ഫലമായിരുന്നു? ഉത്തരം പോർച്ചുഗീസുകാർ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തി സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.